ഹായ് ഫ്രണ്ട്സ്, പൊതുവെ ഇൻവെസ്റ്റേഴ്സ് രണ്ട് വിധത്തിലാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളത്. ഒന്ന് വളരെ പോപ്പുലറായിട്ട മെത്തഡായ സിപ്പാണ്. ഓരോ മാസവും ഫണ്ടിൻ്റെ NAV കൂടിയോ കുറഞ്ഞോ എന്നൊന്നും പരിഗണിക്കാതെ ഒരു പ്രത്യേക ഡേറ്റിൽ എല്ലാ മാസവും ഒരു ഫിക്സഡ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു രീതിയാണ് നമ്മൾ സിപ്പ് അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. മറ്റൊരു രീതിയാണ് ലംസം. മാർക്കറ്റിൽ ക്രാഷ് സംഭവിക്കുമ്പോൾ നമുക്കറിയാം മ്യൂച്വൽ ഫണ്ടിൻ്റെ NAV കുറയും. സ്റ്റോക്കുകളുടെ പ്രൈസ് കുറയുന്നത് പോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൻ്റെ കുറയുന്നത് അതിൻ്റെ NAV ആയിരിക്കും. അപ്പോൾ ഇതൊരു സുവർണാവസരമായിട്ടാണ് പൊതുവെ ഇൻവെസ്റ്റേഴ്സ് കാണാറുള്ളത്. അപ്പോൾ എപ്പോഴും അത്തരം അവസരങ്ങൾ കിട്ടണമെന്നില്ല, കാരണം വലിയ ക്രാഷ് അപൂർവമായിട്ട് സംഭവിക്കാറുള്ളൂ. അപ്പോൾ അത്തരം അവസരങ്ങൾ കിട്ടുമ്പോൾ ആ സമയത്ത് കുറച്ചധികം പണം നമ്മുടെ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് കൂടുതൽ യൂണിറ്റ് സ്വന്തമാക്കാൻ കഴിയും. ഇപ്പോൾ സ്റ്റോക്കുകൾ നമ്മൾ ഷെയർ എന്ന് പറയുന്നത് പോലെ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ പറയുന്നത് യൂണിറ്റ് എന്നാണ്. അപ്പോൾ യൂണിറ്റ് കൂടുതൽ സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു അവസരമായിട്ടാണ് ഇങ്ങനെയുള്ള ക്രാഷ് അവസരങ്ങൾ നമ്മൾ കാണാറുള്ളത്. അപ്പോൾ ഈ മാസം 4-ാം തീയതി ഇലക്ഷൻ റിസൾട്ട് വന്ന ദിവസം നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയൊരു ക്രാഷാണ് സംഭവിച്ചത്. 7% കൂടുതലുള്ള ഒരു ക്രാഷാണ് സംഭവിച്ചത്. അപ്പോൾ ആ സമയത്ത് മ്യൂച്വൽ ഫണ്ടിൻ്റെ NAV വല്ലാതെ കുറഞ്ഞിരുന്നു. അപ്പോൾ ആ സമയത്ത് കാത്തിരുന്ന ഒട്ടേറെ ഇൻവെസ്റ്റേഴ്സ് വലിയ തോതിൽ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും അവർക്ക് പക്ഷേ ആ ദിവസത്തെ കുറഞ്ഞ NAV കിട്ടാതെ അവർക്ക് അലോട്ട് ചെയ്യപ്പെട്ടത് അടുത്ത ദിവസം കയറിയ വലിയ NAV ആണ് കൊടുത്തത് എന്ന് പറയുന്ന ഒരു പരാതി വ്യാപകമായിട്ട് നമുക്കിപ്പോൾ വാർത്തകളിൽ കാണാൻ കഴിയും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഇൻവെസ്റ്റേഴ്സിന് അന്ന് ആ ഒരു കുറഞ്ഞ NAV കിട്ടാതെ വലിയ NAV കിട്ടേണ്ടി വന്നത്? അപ്പോൾ അവിടെ ആരാണ് തെറ്റിയിട്ടുള്ളത്? ഇത് ഏതെങ്കിലും സ്കാമിൻ്റെ ഭാഗമാണോ? ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആരാണ് എന്നൊക്കെ ഉള്ള ഒരു അന്വേഷണം നടത്തിയാൽ മാത്രമേ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്താണ് NAV എന്നും അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നും അതിൻ്റെ കട്ട് ഓഫ് ടൈം എന്ന് പറയുന്നത് എങ്ങനെയാണെന്നും ഒന്നും അറിയാതെയാണ് നമ്മൾ ഈ വിഷയത്തെ സമീപിക്കുന്നതെങ്കിൽ നമുക്കൊരു വ്യക്തത വരാതെ പോകും. അതുകൊണ്ട് എന്താണ് NAV എന്നും അതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്നും ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അത് മനസ്സിലാക്കാതെ നമുക്ക് ഈ ജൂൺ 4-ന് ഉയർന്ന ഈ പരാതി മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാവർക്കും R4iലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എന്താണ് NAV എന്ന് വളരെ സിമ്പിളായിട്ട് പറയാൻ ശ്രമിക്കാം. NAV എന്നാൽ നെറ്റ് അസറ്റ് വാല്യൂ എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. നെറ്റ് എന്ന വാക്ക് നമുക്കറിയാം, പല സ്ഥലത്തും നാം ഇത് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ്, നെറ്റ് സാലറി, നെറ്റ് NPA തുടങ്ങി ഈ ഒരു ടേം നമ്മുടെ നിത്യജീവിതത്തിലും നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിലൊക്കെ കേൾക്കുന്നതാണ്. അപ്പോൾ ഏതൊരു വാക്കിൻ്റെ കൂടെ നെറ്റ് എന്ന് വന്നാൽ അതിൻ്റെ അർത്ഥം വരുമാനത്തിൽ നിന്ന് എല്ലാ ചെലവുകളും കഴിച്ചിട്ട് ഫൈനലായിട്ട് നമ്മളെ കയ്യിൽ കിട്ടുന്നത് എന്താണോ അതിനെ നമ്മൾ നെറ്റ് എന്ന് പറയും. അത് നെറ്റ് ഇൻകം എന്നോ അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് എന്നോ അതല്ലെങ്കിൽ ശമ്പളമാണെങ്കിൽ നമ്മൾ നെറ്റ് സാലറി എന്നോ ഒക്കെ പറയാറുണ്ട്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിലുള്ള ഈ NAV എന്ന് പറഞ്ഞാൽ ഈ നെറ്റ് അസറ്റ് വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ അസറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം മ്യൂച്വൽ ഫണ്ടുകൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ നിന്ന് പണം സ്വരൂപിച്ചുകൊണ്ട് ഇവർ നമുക്ക് വേണ്ടിയിട്ട് പല സ്റ്റോക്കുകളിലും ബോണ്ടുകളിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് മ്യൂച്വൽ ഫണ്ട് ഹൗസ് ചെയ്യുന്ന ജോലി. അതിനായിട്ട് അവർ ഫണ്ട് മാനേജേഴ്സിനെയൊക്കെ നിയമിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ പണം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി അവർ ട്രേഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവർ വാങ്ങുന്നത് എന്താണോ, നമ്മളെ പണം ഉപയോഗിച്ചുകൊണ്ട് ഇവർ വാങ്ങുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ സ്റ്റോക്കുകൾ ഉണ്ടാവും. അതുപോലെ അതൊരു ഈക്വിറ്റി മ്യൂച്വൽ ഫണ്ടാണെങ്കിൽ, പ്യുവർ ഈക്വിറ്റി മ്യൂച്വൽ ഫണ്ടാണെങ്കിൽ സ്റ്റോക്കുകൾ മാത്രമേ ഉണ്ടാവും. എന്നാൽ ഒരു ഡെപ്റ്റ് ഈക്വിറ്റി മിക്സ് ചെയ്തിട്ടുള്ള ഹൈബ്രിഡ് ഫണ്ടോ അല്ലെ ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടുകളൊക്കെ ആണെങ്കിൽ അതിൽ ഈക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ടാവും, ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ മറ്റ് ചില ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇത് കൂടാതെ ഇവർ എല്ലാ പണവും ഒന്നിച്ച് ഇൻവെസ്റ്റ് ചെയ്യാറില്ല. കുറച്ച് പണം ഇവർ ക്യാഷായിട്ട് വെക്കും കയ്യിൽ, ലിക്വിഡിറ്റിക്ക് വേണ്ടി. അതായത് നിങ്ങൾ പെട്ടെന്ന് ഫണ്ട് പിൻവലിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പണം തരണമെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റി ഉണ്ടാവണം, അല്ലെങ്കിൽ കയ്യിൽ ക്യാഷ് ഉണ്ടാവും. അതിനുവേണ്ടി കുറച്ച് ക്യാഷ് ഇവർ ലിക്വിഡായിട്ട് സൂക്ഷിക്കുകയും ചെയ്യും. ഇത് കൂടാതെ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്കുകളിൽ നിന്ന് ഡിവിഡൻഡ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്, അതും ഒരു അസറ്റാണ്. അതുപോലെ ഇൻട്രസ്റ്റ് ലഭിക്കും, ഈ ഡെപ്പോസിറ്റ് ചെയ്ത അല്ലെങ്കിൽ കടം കൊടുത്തവർക്കിൽ നിന്നും ഇൻട്രസ്റ്റ് ലഭിക്കും, അതും ഒരു അസറ്റാണ്. ഇതൊക്കെ കൂടിയതിനെയാണ് നമ്മൾ നെറ്റ് അസറ്റ് വാല്യൂയിലുള്ള ഈ അസറ്റ് എന്ന് പറയുന്നത്. ഇനി നെറ്റ് അസറ്റ് വാല്യൂയിൽ നമുക്ക് ലയബിലിറ്റി എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ഇവർ ഈ ഒരു ഫണ്ട് മാനേജ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് ധാരാളം ഔട്ട്സ്റ്റാൻഡിങ് പേയ്മെൻറ്റുകൾ ഉണ്ടാവും.
ഇപ്പോൾ ഒരു സ്റ്റോക്ക് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആവുന്നത് ചിലപ്പോൾ കുറേ ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പേയ്മെൻറ്റ് ബാക്കിയായിട്ട് കിടക്കുന്നുണ്ടാവും. അത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ പല വിധത്തിലുള്ള ഫീസുകളും ചാർജുകളും ഉണ്ടാവും. അതുപോലെ ബ്രോക്കർ ചാർജുകളുണ്ടാവും. കൂടാതെ ബില്ലുകൾ, അതുപോലെ സാലറി ഉണ്ടാവും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഓഫീസും അതിലെ സ്റ്റാഫും അതിലെ റെൻറ്റ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അടങ്ങിയ എക്സ്പെൻസസ് ഉണ്ടാവും. കൂടാതെ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ ഫീസ് ഉണ്ടാവും. കൂടാതെ ഗവൺമെൻറ് നിശ്ചയിച്ചുള്ള സ്റ്റാറ്റ്യൂട്ടറി ഫീസുകളുണ്ടാവും. ഇതൊക്കെ ഇപ്പോൾ രജിസ്ട്രേഷൻ ഡ്യൂട്ടി അല്ലെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി അങ്ങനെയുള്ള ധാരാളം ഡ്യൂട്ടികളും ഇതിൽ ഉണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ ഒന്നിച്ച് ചേർത്തുകൊണ്ടാണ് നമ്മൾ ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മുകളിൽ പറഞ്ഞ അസറ്റും ലയബിലിറ്റിയും എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നമുക്കറിയാം, നമ്മുടെ ശമ്പളമൊക്കെ നമ്മൾ കണക്കാക്കുന്നത് ഒരു മാസത്തിലാണ് നമ്മൾ നമ്മുടെ ശമ്പളം വരുന്നതും ആ ശമ്പളത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നെറ്റ് സാലറി കിട്ടുന്നത്. അതുപോലെ ഒരു കമ്പനികളുടെ റിസൾട്ടൊക്കെ വരുന്നത് നമുക്കറിയാം, അത് ക്വാർട്ടർലി ആയിട്ടാണ് റിസൾട്ട് വരിക. അവിടെയാണ് നമുക്ക് കമ്പനിയുടെ റവന്യൂവും അതുപോലെ എക്സ്പെൻസും കഴിച്ചിട്ട് നെറ്റ് പ്രോഫിറ്റൊക്കെ നമുക്ക് കാണാൻ കഴിയുക 3 മാസം കൂടുമ്പോഴാണ്. മ്യൂച്വൽ ഫണ്ടിൻ്റെ അവസ്ഥ നേരെ വിപരീതമാണ്. അവിടെ NAV എല്ലാ ദിവസവും ഇവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പ്രസിദ്ധീകരിക്കണം. എല്ലാ മ്യൂച്വൽ ഫണ്ട് ഹൗസുകളും സെബിയുടെ കർശനമായ നിയന്ത്രണത്തിലുള്ളതിനാൽ സെബിയുടെ നിർദ്ദേശമാണ് എല്ലാ ദിവസവും എല്ലാ ട്രേഡിംഗ് ഡേയിലും ഇവർ നിർബന്ധമായിട്ടും NAV ആ ദിവസത്തെ NAV അവരുടെ സൈറ്റുകളിൽ പ്രസിദ്ധീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് മാർക്കറ്റ് അവർ കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ് ഈ സൈറ്റുകളിൽ നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ NAV കാണാൻ കഴിയുക. അപ്പോൾ ഈ ഒരു NAV എന്ന് പറയുന്നത് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് അത് മാറുന്നത്? കാരണം ഇവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അസറ്റുകളായിട്ടുള്ള സ്റ്റോക്കുകൾ, ഈ സ്റ്റോക്കുകളുടെ പ്രൈസ് ഓരോ ദിവസവും മാറുന്നുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ അതുപോലെ തന്നെ ഇവരുടെ അസറ്റിൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ഇതുപോലെ ബോണ്ടുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ അതിലും മാറ്റങ്ങളുണ്ടാവും. അവിടുന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റിൽ മാറ്റങ്ങളുണ്ടാവും. അതുപോലെ ഡിവിഡൻറ്റുകൾ കിട്ടുന്ന ദിവസങ്ങളിൽ ആ ദിവസത്തെ NAV മാറ്റം ഉണ്ടാവും. അതുപോലെ ഇൻട്രസ്റ്റ് ലഭിക്കുകയാണെങ്കിൽ അവിടെയും മാറ്റങ്ങളുണ്ടാവും. ഇതേപോലെ ഇവരുടെ ലയബിലിറ്റിയിലും മാറ്റങ്ങൾ വരാം. ഇവരേതെങ്കിലും ഫീസസും ചാർജസും ഒക്കെ പേ ചെയ്യുന്ന സമയത്ത് ഇവരുടെ NAV മാറ്റം, ലയബിലിറ്റി വാല്യൂവിൽ മാറ്റം വരാം. അതുപോലെ ഓഫീസ് എക്സ്പെൻസ് വരുമ്പോൾ മാറ്റം വരാം. AMC ഫീസ് വരുമ്പോൾ മാറ്റം വരാം. ഗവൺമെൻറ് ഫീസുകൾ വരുമ്പോൾ മാറ്റം വരാം. അപ്പോൾ ഇതൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഇത് ഡൈനാമിക്കായിട്ട് എല്ലാ ദിവസവും മാറുന്ന ഒരു സാധനമാണ് NAV. ഈ NAV കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് അസറ്റ് മൈനസ് ലയബിലിറ്റി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഔട്ട്സ്റ്റാൻഡിങ് എന്നാണ്. അതായത് അസറ്റിൽ നിന്നും ലയബിലിറ്റി മൈനസ് ചെയ്ത് അതിന് ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റോക്കിലൊക്കെ ഷെയറുകൾ എന്ന് പറയുന്നത് പോലെ ഇവിടെ യൂണിറ്റ് എന്നാണ് പറയുക. അപ്പോൾ ഈ അസറ്റിൽ നിന്ന് ലയബിലിറ്റി മൈനസ് ചെയ്ത് കിട്ടുന്ന വാല്യൂവിനെ എത്രയാണോ യൂണിറ്റ് ഈ മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റിൽ ഇറക്കിയിട്ടുള്ളത് അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കും. കാരണം ഇതൊരു ഓപ്പൺ എൻഡഡ് സ്കീമായതുകൊണ്ട് തന്നെ പല മ്യൂച്വൽ ഫണ്ടുകളും കൂടുതൽ ആളുകളെ എത്ര വേണമെങ്കിലും ഇത് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഈ യൂണിറ്റിൽ മാറ്റം വരും. കാരണം ഇവർ പുതുതായിട്ട് ഫണ്ട് വ്യാപകമായിട്ട് ഇവരുടെ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് യൂണിറ്റ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പുതുതായിട്ട് ഇവർ അസറ്റുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, സെല്ല് ചെയ്യുന്നുണ്ടാവും. ഇതിൻ്റെയൊക്കെ വാങ്ങിയിട്ട് യൂണിറ്റിൽ വ്യത്യാസം വരും. അപ്പോൾ ഈ അസറ്റ് മൈനസ് ലയബിലിറ്റി ഡിവൈഡഡ് ബൈ യൂണിറ്റാണ് NAV എന്ന് ഞാനിവിടെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു NAV എല്ലാ ദിവസവും മാറുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ കുറച്ചും കൂടി സിമ്പിളായിട്ട് മനസ്സിലാക്കുക. ഉദാഹരണത്തിന് നിങ്ങൾ 50 രൂപ NAV കാണിക്കുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിൽ 10,000 രൂപ നിക്ഷേപിക്കുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 10,000 ഡിവൈഡ് ബൈ 50, അതായത് 200 യൂണിറ്റാണ് നിങ്ങൾക്ക് കിട്ടുക. ഇനി അഥവാ ഈ ഒരു അടുത്ത ദിവസം NAV കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇത് 50-ൽ നിന്ന് കുറഞ്ഞിട്ട് 40 എന്ന് കരുതുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 10,000 ഡിവൈഡഡ് ബൈ 40, അതായത് 250 യൂണിറ്റുകളാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ NAV കുറയുന്ന സമയത്ത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്താൽ കൂടുതൽ യൂണിറ്റ് കിട്ടും എന്ന ഒരു കാര്യം ഇവിടെ നമ്മൾ പ്രത്യേകം ഓർക്കണം. ഇതാണ് ജൂൺ 4-ൽ സംഭവിച്ച പ്രശ്നം. ഈ ജൂൺ 4-ാം തീയതി റിസൾട്ട് വന്ന ദിവസം നമുക്കറിയാം, അങ്ങനെ ഒരു ക്രാഷ് വന്നപ്പോൾ നിഫ്റ്റി 7% മുതൽ 5% വരെ താഴ്ന്നിരുന്നു. അപ്പോൾ അന്ന് മ്യൂച്വൽ ഫണ്ടിലും ഇതേപോലുള്ള താഴ്ച സംഭവിച്ചിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു റിയൽ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എല്ലാ മ്യൂച്വൽ ഫണ്ടുകളുടെയും പ്രീവിയസ് ആയിട്ടുള്ള NAV കിട്ടും.
അത് എത്ര വർഷത്തെ പിറകോടുള്ള NAV പോലും നിങ്ങൾക്ക് അവിടുന്ന് കിട്ടും. അപ്പോൾ ആ NAV നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ക്വാണ്ട് സ്മോൾ ക്യാപ്പ് എന്ന് പറയുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടിൻ്റെ NAV നിങ്ങൾ നോക്കുക. അത് 3-ാം തീയതി 277 എന്നായിരുന്നു NAV. എന്നാൽ 4-ാം തീയതി അത് കുറഞ്ഞ് ഒറ്റയടിക്ക് 254 കുറഞ്ഞത് കാണാം. ഏകദേശം 23 രൂപയുടെ വ്യത്യാസം അവിടെ കാണാം. എന്നാൽ 5-ാം തീയതി അത് വീണ്ടും കയറി 263 ആയതായിട്ടും കാണാം. അപ്പോൾ നിങ്ങൾ 4-ാം തീയതിയാണ് 1 ലക്ഷം രൂപ ഈ ഒരു ക്വാണ്ട് സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കൂടുതൽ യൂണിറ്റ് കിട്ടാൻ വേണ്ടി ശ്രമിച്ചതെങ്കിൽ ആ ദിവസം നിങ്ങൾക്ക് 393 യൂണിറ്റ് കിട്ടുമായിരുന്നു. കാരണം 1 ലക്ഷം ഡിവൈഡഡ് ബൈ 254, അതായത് നിങ്ങൾക്ക് 393 യൂണിറ്റ് കിട്ടുമായിരുന്നു. എന്നാൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് 4-ാം തീയതിത്തെ NAV കിട്ടാതെ 5-ാം തീയതിയത്തെ 263 എന്നുള്ള NAV ആണ് അലോട്ട് ചെയ്തതെങ്കിൽ അവിടെ നിങ്ങൾക്ക് 380 യൂണിറ്റുകളാണ് കിട്ടുക. അതായത് 13 യൂണിറ്റിൻ്റെ കുറവ് അവിടെ സംഭവിക്കും. അപ്പോൾ ഇത് ജൂൺ 4 പല മ്യൂച്വൽ ഫണ്ടിലും സംഭവിച്ചു എന്നതാണ് ഇപ്പോൾ ഉയർന്നു വന്ന പരാതി. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഈ ഒരു 13 യൂണിറ്റ് കുറഞ്ഞപ്പോൾ 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് സംഭവിക്കുന്ന നഷ്ടം എന്ന് പറയുന്നത്, അയാൾ ചെയ്യാത്തൊരു കുറ്റത്തിന് അയാൾക്ക് സംഭവിക്കുന്ന നഷ്ടം എന്ന് പറയുന്നത് 13 × 254, അതായത് ഏറ്റവും കുറഞ്ഞത് അത് നമ്മൾ രൂപയിൽ കൺവേർട്ട് ചെയ്താൽ 3302 രൂപയുടെ നഷ്ടം അയാൾക്ക് സംഭവിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇത് 1 ലക്ഷം നിക്ഷേപിച്ചാലാണ് ഇത്ര നഷ്ടം. അത് നിങ്ങൾ 10 ലക്ഷമാണ് ഒരാൾ നിക്ഷേപിച്ചതെങ്കിൽ അത് 33,000 രൂപയുടെ ഒരു നഷ്ടം അയാളുടേതല്ലാത്ത കാരണത്താൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നറിയണമെങ്കിൽ ഇതിൻ്റെ ഒരു ട്രാൻസാക്ഷനിൽ ഇടപെടുന്ന ആളുകളെ പറ്റി നമുക്ക് അറിഞ്ഞിരിക്കണം. കാരണം ഇതിൽ ഇൻവെസ്റ്റർ ഉണ്ട്, കൂടാതെ ഇതിൽ ബ്രോക്കർ പ്ലാറ്റ്ഫോം ഉണ്ട്, അതുപോലെ AMCയുടെ പ്ലാറ്റ്ഫോം ഉണ്ട്, കൂടാതെ ബാങ്കുകൾ ഇതിൽ ഇൻവോൾവ് ആണ്, അതേപോലെ AMCയുടെ കളക്ഷൻ സെൻറ്ററും ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇവരൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ കയ്യിലൂടെയാണ് ഈ പണം കറങ്ങുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, AMCയിൽ അവരുടെ കളക്ഷൻ സെൻറ്ററിൽ 3 മണിക്ക് മുമ്പായിട്ട് ഈ പണം എത്തിയാലാണ് ആ ദിവസത്തെ NAV കിട്ടുക. അത് 3:05 ആയിക്കഴിഞ്ഞാൽ, ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ദിവസത്തെ NAV കിട്ടില്ല, തൊട്ടടുത്ത ദിവസത്തെ NAV ആയിരിക്കും കിട്ടുക. അപ്പോൾ ഈ മുകളിൽ പറഞ്ഞ ഇഷ്യൂവിൽ വേറൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ടൈം നിശ്ചയിച്ചിട്ടുള്ളത് ഓൾറെഡി സെബി നിശ്ചയിച്ച ടൈമാണ്. അപ്പോൾ ലിക്വിഡ് ആൻഡ് ഓവർനൈറ്റ് ഫണ്ടിലാണെങ്കിൽ ഇതിൻ്റെ ടൈം വ്യത്യാസമാണ്, അത് 1:30 PM ആണ്. ആ കാര്യം ഞാനിവിടെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എങ്കിലും ഡെപ്റ്റ് ആൻഡ് ഈക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ നമ്മൾ സാധാരണ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് അങ്ങനെയുള്ള സാധാരണ ഡെറ്റ് അല്ലെങ്കിൽ ഈക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലാണ് ഒരു പൊതുവെ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 3 മണിക്ക് മുമ്പും 3 മണിക്ക് ശേഷം ഇൻവെസ്റ്റ് ചെയ്തവർക്ക് സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ, അത് ഒരു എക്സാമ്പിളൂടെ ഞാൻ നേരത്തെ പറഞ്ഞ ക്വാണ്ട് സ്മാൾ ക്യാപ്പിൻ്റെ എക്സാമ്പിളൂടെ വ്യക്തമാക്കാം. ഇപ്പോൾ 3-ാം തീയതി 3 മണിക്ക് മുമ്പ് ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് കിട്ടുക എന്ന NAV എന്ന് പറയുന്നത് 270 ആയിരിക്കും. എന്നാൽ 3-ാം തീയതി നമുക്കറിയാം അന്ന് മാർക്കറ്റ് ഹൈലി ഷൂട്ടപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെ അന്ന് ഈ ലംസം ഇൻവെസ്റ്റ് ചെയ്യുന്നവരൊന്നും സ്വാഭാവികമായിട്ടും അന്ന് ഇൻവെസ്റ്റ് ചെയ്യില്ല. അപ്പോൾ 4-ാം തീയതി ആയിരിക്കും ഇവർ ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ 4-ാം തീയതി നമുക്കറിയാം രാവിലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ വെമ്പിച്ച ക്രാഷ് സംഭവിച്ചതാണ്. അപ്പോൾ അന്നത്തെ NAV എന്തായാലും കുറയുമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അന്നായിരിക്കും ഇവർ 3 മണിക്ക് മുമ്പായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകുക. അപ്പോൾ 3 മണിക്ക് ശേഷമാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ അവർക്ക് ഒരിക്കലും 254 എന്നുള്ള NAV കിട്ടുകയില്ല. അവർക്ക് കിട്ടാൻ പോകുന്നത് 5-ാം തീയതിത്തെ 263 എന്നുള്ള NAV ആയിരിക്കും. എന്നാൽ 3 മണിക്ക് മുമ്പെയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ അവർക്ക് തീർച്ചയായും ഈ 254 എന്നുള്ള NAV കിട്ടാൻ അവർ അർഹരാണ്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു ബാങ്ക് വഴിയാണ് ഇത് ചെയ്തതെങ്കിൽ, എങ്കിൽ ഒരു ചെക്കോ മറ്റോ കൊടുത്തിട്ടാണ് ചെയ്തതെങ്കിൽ, ഈ ബാങ്കിൽ നിന്ന് അത് കളക്ട് ചെയ്തിട്ട് എപ്പോഴാണോ AMCയിൽ അത് എത്തിയിട്ടുള്ളത് അപ്പോൾ മാത്രമാണ് അത് 3 മണിക്ക് എന്നുള്ള ഒരു കട്ട് ഓഫ് ടൈമിൻ്റെ ഒരു പരിധിയിൽ വരിക. അത് 3 മണിക്ക് മുമ്പ് അവിടെ എത്തിയിരിക്കണം. 3 മണിക്ക് ശേഷമാണ് ബാങ്കിൽ നിന്നുള്ള ട്രാൻസാക്ഷൻ പോയിട്ടുള്ളതെങ്കിൽ ഒരിക്കലും അത് കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു തെറ്റവിടെ സംഭവിക്കാം. അത് ഇൻവെസ്റ്റർ ഭാഗത്തു നിന്ന് സംഭവിക്കാം, അതല്ലെങ്കിൽ ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് സംഭവിക്കാം. ഇനി വേറൊരു സാധ്യതയുള്ളത്, കളക്ഷൻ സെൻറ്ററിൽ വൻതോതിൽ പണം ഓവർലോഡായിട്ട് വന്നപ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ എറർ കാരണം AMCയുടെ കളക്ഷൻ സെൻറ്ററിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ബ്രോക്കർ പ്ലാറ്റ്ഫോമിൽ ഇതേപോലെ വൻതോതിൽ ഓർഡർ വന്നപ്പോൾ അവിടെ ടെക്നിക്കൽ എറർ കാരണം അവർക്ക് പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇങ്ങനെ പല സാധ്യതകളുമുണ്ട്. ഇപ്പോൾ ആരാണ് ഇവിടെ തെറ്റ് ചെയ്തത്, ഇനി ആരെങ്കിലും ഇത് ബോധപൂർവ്വം തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ സെബി ഇതിലൊരു അന്വേഷണം നടത്തിയാലേ അത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ ബ്രോക്കേഴ്സ് ഉണ്ട്, ബാങ്ക്സ് ഉണ്ട്, AMC ഉണ്ട്. ഇവരൊക്കെ അവരെ ഭാഗം ക്ലിയർ ചെയ്തുകൊണ്ട് ഓൾറെഡി ക്ലാരിഫിക്കേഷൻ ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. അവരൊക്കെ പറയുന്ന അവരൊന്നും യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്.
എങ്കിലും സെബി ഒരു കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇത് ക്ലിയർ ആവുകയുള്ളൂ. അത് ടെക്നിക്കൽ എറർ ആണെങ്കിൽ തന്നെ ആ രീതിയിലുള്ള ഡീപ്പായിട്ടുള്ള അന്വേഷണം നടത്തിയാലേ അത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ ആരെങ്കിലും ബോധപൂർവ്വം ഒരു സ്കാം നടത്തിയിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ അത്തരം ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ അത് പുറത്തു വരൂ. പക്ഷെ അങ്ങനെ ഒരു അന്വേഷണം സെബി നടത്തണമെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് ഇങ്ങനെ ആർക്കെങ്കിലും പണം നഷ്ടപ്പെട്ടതായി തോന്നുന്നുണ്ടെങ്കിൽ, അതായത് അവർ 3 മണിക്ക് മുമ്പായിട്ട് ഓർഡർ പ്ലേസ് ചെയ്യും, എന്നാൽ അവർക്ക് ആ ദിവസം തന്നെ കിട്ടാതാകും വന്നിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അവർ മെയിൽ അയച്ചുകൊണ്ട് കംപ്ലയിൻറ്റ് ചെയ്യണം. അങ്ങനെ നിരന്തരം കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ സെബി ചിലപ്പോൾ അതൊരു അന്വേഷണത്തിന് മുതിരും. അങ്ങനെ ഇങ്ങനെയൊരു സംഭവം നടക്കുകയാണെങ്കിൽ നമുക്കറിയാം അത് ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ആ ഒരു വിശ്വാസ്യത കളഞ്ഞു കുളിക്കലാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ക്രാഷ് വരുന്ന സമയത്ത് നമ്മൾ വലിയൊരു പണം അതിൽ ധൈര്യപൂർവ്വം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ദിവസം NAV കിട്ടുമെന്ന് നമുക്ക് ഉറപ്പ് വരേണ്ടതുണ്ട്. അപ്പോൾ അത് ഇനിയും ഭാവിയിൽ ഇല്ലാതാവും കാണുമ്പോൾ ആരും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവില്ല. അപ്പോൾ അത് സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിശ്വാസ്യത തകരുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ തീരുമാനമെടുക്കേണ്ടത് സെബിയാണ്. ഇനി മറ്റൊരു സൊല്യൂഷൻ ഉള്ളത്, നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിൽ ETF വാങ്ങുന്നത് കുറച്ചും കൂടി സേഫ് ആയിരിക്കും. കാരണം അത്തരം സന്ദർഭങ്ങളിൽ ETF-ൻ്റെ ആ ഒരു മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ നമുക്ക് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ആ സമയത്ത് തന്നെ നമുക്കത് ഓർഡർ പ്ലേസ് ചെയ്തുകൊണ്ട് ആ കുറഞ്ഞ വിലയിലുള്ള ETF നമുക്ക് സ്വന്തമാക്കാൻ കഴിയും. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ETF എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അത് സാധാരണ ഇൻഡെക്സ് ഫണ്ടുകളിൽ മാത്രമേ നമുക്ക് ETF കാണാൻ കഴിയുള്ളൂ. കൂടുതൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടിലായതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് സെബി ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.